ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നൈറ്റിയുടെ നെക്ക് പാറ്റേൺ ആണ്. അപ്പോൾ ഇത് ബിഗിനേഴ്സ് ആയാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി പോർഷൻ്റെ കട്ടിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ഈ ഒരു നൈറ്റി മെറ്റീരിയലിന് മാച്ചിങ് ആയിട്ട് ഞാൻ യെല്ലോ കളർ പ്ലെയിൻ മെറ്റീരിയലാണ് നെക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്കിൽ വെക്കാനായിട്ട് ഞാൻ ക്യാൻവാസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ തന്നെ ക്യാൻവാസിലെ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ ക്യാൻവാസിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ദേ ഇവിടെയാണ് വരണേ. അതുപോലെ തന്നെ മടക്ക് വശം ഈ ഒരു സൈഡിലാണ് കേട്ടോ വരണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെക്കിൻ്റെ അകലം 3 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെക്കിൻ്റെ അകലം വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ 5.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് 5.5 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അതിനൊന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഈ ഒരു അടിയിൽ നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ട് ഞാനൊരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2.25 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതൊന്ന് മാർക്ക് ചെയ്തു. ഇനി ഞാനൊരു ആലില നെക്ക് ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു നെക്കിന് ചുറ്റും ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമുക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് പോവാം. അടിവശത്തു നിന്നായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ചുറ്റും 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് വരച്ചു പോവാം കേട്ടോ. അങ്ങനെ 1.5 ഇഞ്ച് ചുറ്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നെക്ക് പാറ്റേൺ തന്നെ അങ്ങ് വരച്ചു പോവാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ പാറ്റേൺ വരച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് ഉള്ളിലെ നെക്ക് പാറ്റേൺ കട്ട് ചെയ്യാം. ഞാൻ ചെറുതായിട്ട് ബ്രിഡ്ജ് ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നെക്ക് പാറ്റേൺ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് നെക്കിൽ കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഈ ഒരു യെല്ലോ കളർ തുണിയിൽ അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു യെല്ലോ കളർ തുണിയിൽ ഇത് അയൺ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ തിളക്കമുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഈ ഒരു യെല്ലോ കളർ മെറ്റീരിയലിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അയൺ ചെയ്തതിന് ശേഷം കാണിക്കാം. നമ്മൾ ക്യാൻവാസിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു മുകൾ ഭാഗം കറക്റ്റ് ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാം. ബാക്കിയുള്ളിടത്ത് കുറച്ച് തുണി ബാക്കിയിട്ട് ഇതേ ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എക്സ്ട്രാ നിൽക്കുന്ന ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി എക്സ്ട്രാ നിൽക്കുന്ന ഈ ഒരു തുണി ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് ഇതേ ഷേപ്പിൽ തന്നെ ഇതുപോലെ മടക്കിയതിന് ശേഷം അരികത്തേക്കടെ നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അരികെത്തുമ്പോൾ മടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ അവിടെയൊക്കെ മടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചുറ്റും ഇതുപോലെ മടക്കി പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെയാണ് കേട്ടോ വരിക. ഇനി നമുക്കിത് ബോഡി പാർട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടേബിളിൽ നൈറ്റി വിരിച്ചിട്ടിട്ടുണ്ട്. ഇത് റോങ് സൈഡാണ് കേട്ടോ. നല്ല വശം വരുന്നത് ഇതുപോലെയാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസ് വെച്ച് കൊടുക്കാം.
പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും സെൻറ്ററും ചേർന്ന് വരണം കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും സെൻറ്ററും ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻവാസിൻ്റെ നല്ല വശം ഈ ഒരു റോങ് സൈഡിനോട് ചേർത്ത് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പം നമ്മൾ ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് അതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എക്സ്ട്രാ നിൽക്കുന്ന ഫാബ്രിക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ കട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ പാറ്റേൺ വരണോടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ച് കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് കട്ടിട്ട് കൊടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ ദേ നെക്കിന് ചുറ്റും നമ്മൾ ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യാൻവാസ് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു ക്യാൻവാസ് നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. പൈപ്പിംഗ് വെച്ചില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മുകൾ വശവും അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് ഫ്രണ്ട് പോർഷൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ നെക്കിൻ്റെ വീതി ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കണേ. അതുപോലെ തന്നെ നെക്ക് ഇറക്കം 4.5 ഇഞ്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് ഇറക്കമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. അങ്ങനെ ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സ്ലീവിൻ്റെ അരികുവശം മടക്കി അടിച്ചിട്ട് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് സൈഡ് ഷേപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ചുരിദാർ കട്ട് നൈറ്റിയുടെ സ്റ്റിച്ചിങ് കാണണമെന്നുള്ളവർക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് നൈറ്റിയുടെ നെക്ക് പാറ്റേൺസ് നമ്മൾ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റി നെക്ക് പാറ്റേൺസ് നൈറ്റിയുടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് സീരീസ് ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. നമ്മൾ യോക്ക് നൈറ്റിയുടെ ആയാലും ചുരിദാർ കട്ട് നൈറ്റിയുടെ ആയാലും സൈസ് ചാർട്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പീസ് നൈറ്റിയൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോസ് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.